ഇപ്പോൾ എന്താണ് നമ്മുടെ യുവതലമുറയൊക്കെ എന്തുകൊണ്ടാണ് വിദേശത്തോട്ട് പോകുന്നത്? അവർക്ക് ഇവിടെ തൊഴിലില്ലായ്മ, ഫ്യൂച്ചർ സെറ്റ് ആക്കാനാണ് ഭരിക്കുന്ന ഓരോരോ ആൾക്കാരങ്ങനെ കയറ്റി വിടുകയാണ്. എംപ്ലോയ്മെന്റിൽ കൂടെ ആയാലും ഏത് മേഖലയിലായാലും ഓർക്കാണ് അവസരങ്ങൾ കൊടുക്കുന്നത്. ഇന്റർവ്യൂ വെറുതെ നടത്തുകയാണ്. നല്ല തൊഴിലവസരങ്ങളില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി നല്ല തൊഴിൽ, ഒന്നും കൂടി ജീവിത സാഹചര്യങ്ങൾ ഒന്നും കൂടി പഠിപ്പും ജോലിയും ഒരുമിച്ചുണ്ടാവുമല്ലോ. കഷ്ടപ്പെടാൻ മനസ്സിലാക്കുക. ഫെസിലിറ്റീസ്, പിന്നെ നീ പുറത്തു പോയില്ലേ നമുക്ക് എല്ലാത്തിനും ശമ്പളം എല്ലാത്തിനും കൂടിയാണ്. ഇവിടത്തേലും ബെറ്റർ ലൈഫ് ഗൾഫ് കൺട്രീസിലാണ്. അതേപോലെ തന്നെ ഇവിടത്തേലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി കുറവായതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിനും കുറവാണ്. അവിടെ ചെന്നാൽ നല്ല ജോലിയും കിട്ടും, സാലറി ഉണ്ട്. ജോലി സാധ്യത കുറവാണ്, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്. ജോലി അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയോടല്ല. ഇപ്പൊ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ട് ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. ഫിനാൻഷ്യലി നന്നായി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി പുറത്തു നോക്കുന്നു. ജീവിതം പൊതുവെ മാറി, പഴയ ജീവിതമല്ലല്ലോ ഇപ്പോഴത്തെ. ഇപ്പോൾ കല്യാണം കഴിക്കാനായിരിക്കും, ചിലപ്പോൾ പൈസ സമ്പാദിക്കാനായിരിക്കും, ഫിനാൻഷ്യൽ പ്രോബ്ലം. ജോലി സാധ്യത കൂടുതലാണ്. ഹലോ, ഹായ്, പേരെന്തായിരുന്നു? പൂജ അല്ലേ? അപ്പോൾ പൂജയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ യുവാക്കളൊക്കെ പുറത്തോട്ട് പോകുന്നത്? ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. അതേപോലെ തന്നെ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പൊ MBA കഴിഞ്ഞ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് അവർക്കൊരു ജോലി എന്ന് പറയുമ്പോൾ 10,000 15,000 ഇതിനകത്തേ അവർക്ക് സാലറി കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ സർവൈവ് ചെയ്യാനും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ പേരും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് അസ്മ. അസ്മ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ എന്തുകൊണ്ടാണ് പുറത്തോട്ട് ഇപ്പോഴത്തെ യുവാക്കൾ പോകുന്നത്? ഇവിടത്തേലും ബെറ്റർ ലൈഫ് ഗൾഫ് കൺട്രീസിലാണ്. അതേപോലെ തന്നെ ഇവിടത്തേലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും ഇവിടത്തേലും ബെറ്റർ ഗൾഫ് തന്നെയാണ്. അതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഹലോ, പേരെന്തായിരുന്നു? അവന്തിക അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകണം, അത് എന്തുകൊണ്ടായിരിക്കും? ഫെസിലിറ്റീസ്, പിന്നെ നീ പുറത്തു പോയില്ലേ നമുക്ക് എല്ലാത്തിനും ശമ്പളം എല്ലാത്തിനും കൂടിയാണ്. പക്ഷെ നാട്ടിലുണ്ട്, അതുകൂടി ചിന്തിക്കണം. നമസ്കാരം, പേരെന്തായിരുന്നു? ബിന്ദു അല്ലേ? അപ്പോൾ ചേച്ചി, ഇപ്പോൾ എന്താണ് നമ്മുടെ യുവതലമുറയൊക്കെ എന്തുകൊണ്ടാണ് വിദേശത്തോട്ട് പോകുന്നത്? യുവതലമുറ എന്താ പറയാ, അവർക്ക് ഇവിടെ തൊഴിലില്ലായ്മ, പിന്നെ അതുകൊണ്ടായിരിക്കാം പോണത്. അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് അവരുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇവിടെ നിന്നാലും ഫ്യൂച്ചറൊന്നും അധികം കുറച്ചുകൂടി നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അല്ലേ? ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? ശരിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഒരു എല്ലാവരും വിദേശത്തോട്ട് പോവുകയാണോ? അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് ചേച്ചിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇവിടെ ജോലി സാധ്യത കുറവാണ്, കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നു. നല്ലൊരു മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ചേച്ചി ആളുകൾ പോകുന്നത്? അത് തന്നെ കാരണം. ഇവിടെ വിദ്യാഭ്യാസത്തിനും കുറവാണ്. അവിടെ ചെന്നാൽ നല്ല ജോലിയും കിട്ടും, സാലറി ഉണ്ട്, നല്ല സാലറി, എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ജീവിതം. നമസ്കാരം, പേരെന്തായിരുന്നു? അനില. അപ്പോൾ ചേച്ചി, ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോവാണ്, അത് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ജോലി അവർ പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയോടല്ല. പുറമെ പോയി പഠിക്കണു, നല്ല ജോലിക്ക് വേണ്ടി വിദേശത്ത് പോകണു, സാലറിയും കുറവായിരിക്കും. സാലറിയും കുറവ് തന്നെ. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രാജില. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ അധികം വിദേശത്തോട്ട് പോകാണല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും ചേച്ചിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇവിടെ ഓപ്പർച്യൂണിറ്റി കുറവാണ്. പുറത്താണ് കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അല്ലേ? അതാണ് മെയിൻ റീസൺ ആയിട്ട് ചേച്ചിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും എഡ്യൂക്കേഷനിലതും ഓപ്പർച്യൂണിറ്റി കൂടുതൽ പുറത്തായതുകൊണ്ടാണ്, വിദേശത്താണ്. നമസ്കാരം, പേരെന്തായിരുന്നു? പേര് മീനിലെ. അപ്പോൾ ചേച്ചി, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഒരു എല്ലാവരും വിദേശത്തോട്ട് പോകാണല്ലോ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചേച്ചിൻ്റെ ഒരു അഭിപ്രായം? ഇവിടെ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ട്. തൊഴിലവസരം മാത്രമാണോ അതോ നല്ലൊരു സാലറി ഇല്ല. പിന്നെ ആരാണോ ഭരിക്കുന്ന ഓരോരോ ആൾക്കാരങ്ങനെ കയറ്റി വിടുകയാണ്. എംപ്ലോയ്മെന്റിൽ കൂടെ ആയാലും ഏത് മേഖലയിലായാലും ഓർക്കാണ് അവസരങ്ങൾ കൊടുക്കുന്നത്. ഇന്റർവ്യൂ വെറുതെ നടത്തുകയാണ്. പേരിന് നടത്തുകയാണ്. ചേച്ചി നമസ്കാരം, എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ? കുന്നംകുളം. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകാണല്ലോ, അത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മുടെ നാട്ടില് നല്ല തൊഴിലവസരങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി നല്ല തൊഴിൽ, ഒന്നും കൂടി ജീവിത സാഹചര്യങ്ങൾ ഒന്നും കൂടി സാലറി സ്റ്റാർട്ടിങ് വളരെ കുറവാണ്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിനെക്കാട്ടി ഒന്നും കൂടി ഉയർന്ന നിലവാരമുള്ള ജീവിതമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പോണത്. ജീവിതത്തിന്റെ മാത്രല്ല, മെയിനായിട്ട് ഇത്രയും പഠിച്ചിട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു
ജോലി ഉണ്ടെങ്കിലും സ്റ്റാർട്ടിങ് തന്നെ വളരെ ഇത്രയും പൈസ ചെലവാക്കി പഠിച്ചിട്ട് സ്റ്റാർട്ടിങ് തന്നെ വളരെ അവിടെ പഠിപ്പും ജോലിയും ഒരുമിച്ചുണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് കഷ്ടപ്പെടാൻ മനസ്സില്ല. അവിടെ പോയി എങ്ങനെ തയ്യാറാണ്. ഇവിടെ അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതൊന്നും കൂടി ഗുണമുണ്ട് എന്നുള്ളതിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. കഷ്ടപ്പെട്ടാലും നമുക്ക് അതിനുള്ള. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? പേര് ദിത്തു. ദിത്തുല. അപ്പൊ ചേച്ചി ഇപ്പോഴൊക്കെ യുവാക്കള് ഓൾമോസ്റ്റ് എല്ലാവരും വിദേശത്തോട്ട് പോവാണല്ലോ, അത് എന്തുകൊണ്ടാണ് ചേച്ചിന്റെ ഒരു ധാരണ? ഫിനാൻഷ്യലി നന്നായി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് വിദേശത്തോട്ട് പോകണം. നമ്മൾ നാട്ടിൽ നിന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ പൈസയൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ നാട്ടിൽ അത് ജോബിന് അത്രയും ബുദ്ധിമുട്ടാണ്. PSC ആണ് വെച്ചെങ്കിലും ഭയങ്കര കോമ്പറ്റീഷനാണ്, പാടാണ്. അതുകൊണ്ടാണ് വിദേശത്ത് പോണത്. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ്? ചിലപ്പോൾ കല്യാണം കഴിക്കാനായിരിക്കും, ചിലപ്പോൾ പൈസ സമ്പാദിക്കാനായിരിക്കും. ഓരോ ആൾക്കാരുടെ ചോയ്സ് ഇല്ല അതെല്ലാം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് യുവാക്കൾ വിദേശത്തോട്ട് പോവാണ്. അതെ അതെ, കേരളം അത്ര ഡെവലപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമസ്കാരം, പേരെന്തായിരുന്നു? പേര് രാജകുമാർ. രാജകുമാർ. അപ്പോൾ ചേട്ടാ, ഇപ്പം നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോവാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? അത് കാരണങ്ങൾ 2-3 കാരണങ്ങളിൽ. അതായത് ഒന്ന്, എന്താ പറയുക, ജീവിതം പൊതുവെ മാറി, പഴയ ജീവിതമല്ലല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ ഒന്ന് എൻജോയ് പറഞ്ഞാൽ പണം വേണമല്ലോ. പണം വേണമെങ്കിൽ നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നെങ്കിൽ ഇത്ര വരുമാനം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ വിദേശത്ത് പോകുമ്പോൾ പണം സമ്പാദിക്കാം, എൻജോയ് ചെയ്യാം, അതാണ് മെയിൻ. എല്ലാവരും ഞാനാണല്ലോ അതിനെ ഉദ്ദേശിക്കുന്നത്. കുടുംബ സെറ്റിൽ പിന്നെ അതന്നെ എൻജോയ്. ഇപ്പോൾ നമ്മളങ്ങനെ നമ്മൾ ഭാര്യ മക്കളായിട്ട് എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ പൊതുവേ ജീവിതം പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ജീവിക്കണം അതിനെ വെച്ച് കൂടുതൽ ജീവിക്കണം എന്നാണ് 100-90% ആൾക്കാർക്ക് അല്ലേ. എനിക്കും അത് തന്നെയാണ്. പക്ഷെ ആഗ്രഹങ്ങളാണ്, അത്യാഗ്രഹം അല്ലെങ്കിലും ആഗ്രഹങ്ങൾ തന്നെ. അത് തന്നെയാണ് സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേരെന്തായിരുന്നു? കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകണല്ലോ, അത് എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ ഒരു? ഇവിടുത്തെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി പുറത്ത് നോക്കുന്നു, അതന്നെ. ഇവിടത്തെ ഹയർ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് നോക്കുന്നു, അതന്നെ. എല്ലാം പുറത്താണ് കുറച്ചുകൂടി കൂടുതൽ സാലറി ആണെന്നല്ല, ഇവിടെ ഇല്ല എന്നുള്ളതല്ല. ഇവിടത്തേക്ക് കുറച്ചും കൂടെ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ വേണം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ 10 കിട്ടിയാൽ നാളെ 100 കിട്ടണം എന്നുള്ള ടെൻഡൻസിയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്, ഇവിടെ ഇല്ല എന്നുള്ളതല്ല, ഇവിടെ ഉള്ളതിനൊക്കെ കൂടുതൽ വേണം, അതാണ് ആഗ്രഹം. ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് അംജിത്ത്. അംജിത്തില്ല. അപ്പോൾ അംജിത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വിദേശത്തോട്ട് പോകണം കൂടുതലും, അത് എന്തുകൊണ്ടായിരിക്കും? ഫിനാൻഷ്യൽ പ്രോബ്ലം. വേറൊന്നുമില്ല, സെറ്റിൽഡ് ആവണം നാട്ടില്. ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെ അങ്ങോട്ട് പോകാൻ കാരണം. നമസ്കാരം, പേരെന്തായിരുന്നു? ശശിയിലെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ വിദേശത്തോട്ട് പോകുന്നത്? കൂടുതൽ ജോലി സാധ്യത കൂടുതലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ ആകുമ്പോൾ ജോലി വളരെ എന്താ പറയുക ചെറിയൊരു രീതിയിലുള്ള ഇത് കിട്ടുന്നുള്ളൂ. ഇൻകം ബേസ്ഡ്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഇൻകം ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും കൂടുതലാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അല്ലേ? ശൈലി ലിബറൽ